സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ മലയാളികൾക്കും നേട്ടമുണ്ടായി. സിവിൽ സർവീസ് പരീക്ഷയിൽ മലയാളികളും ഇക്കുറി മികച്ച നേട്ടം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. ആ നേട്ടത്തിൽ ഇത്തവണ സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച് ഇന്ത്യൻ സിവിൽ സർവീസിലെത്തുന്ന ആദ്യത്തെ വ്യക്തിയായി മാറിയിരിക്കുകയാണ് വടകര കീഴരിയൂർ സ്വദേശിനി ശാരിക എ.കെ. ജന്മന സെറിബ്രൽ പാൾസി രോഗബാധിതയായ ശാരിക വീൽചെയറിൽ ഇരുന്നാണ് തന്റെ സ്വപ്ന നേട്ടം സ്വന്തമാക്കിയത്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകാൻ അബ്സൊല്യൂട്ട് IAS അക്കാദമിയുടെ സ്ഥാപകനായ എഴുത്തുകാരനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരം ആരംഭിച്ച പ്രൊജക്ട് ചിത്രശലഭം എന്ന പരിശീലന പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതാണ് ശാരികയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത്. കഴിഞ്ഞ വർഷം വീൽചെയറിൽ നിന്നും സിവിൽ സർവീസ് ലഭിച്ച ഷെറിൻ ഷഹാനയും അബ്സൊല്യൂട്ട് അക്കാദമിയുടെ ചിത്രശലഭം പദ്ധതിയുടെ ഭാഗമായിരുന്നു. ശാരികയ്ക്ക് ഇടത് കൈയുടെ 3 വിരലുകൾ മാത്രമേ ചലിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഈ പരിമിതികളെയൊക്കെ അതിജീവിച്ചാണ് ശാരിക ഇപ്പോൾ സിവിൽ സർവീസ് എന്ന ലക്ഷ്യം കീഴടക്കിയിരിക്കുന്നത്. കീഴരിയൂർ എരമേൽഖണ്ടി ശശിയുടെയും രാഖിയുടെയും മകളാണ്. +2 വിദ്യാർത്ഥിനിയായ ദേവിക സഹോദരിയാണ്. 2024 സിവിൽ സർവീസ് മെയിൻസ് പരീക്ഷ പാസ്സായി. തുടർന്ന് ജനുവരി 30 ഡൽഹിയിൽ വെച്ച് നടന്ന ഇന്റർവ്യൂവിൽ മികവ് തെളിയിച്ചു. ഓൺലൈനായും തിരുവനന്തപുരത്ത് നേരിട്ടുമായിരുന്നു പരിശീലനം. ഇന്ത്യയിൽ 3 കോടിയോളം ഭിന്നശേഷിക്കാരായ വ്യക്തികളുണ്ട്. എന്നാൽ സിവിൽ സർവീസ് അടക്കമുള്ള നേതൃരംഗത്ത് അവരുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്. ഇത് കണക്കിലെടുത്ത് ഭിന്നശേഷിക്കാരായ വ്യക്തികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനാണ് 3 വർഷം മുൻപ് ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരം പ്രൊജക്ട് ചിത്രശലഭം ആരംഭിച്ചത്. പ്രതിസന്ധികളോടും ജീവിതാവസ്ഥകളോടും പടവെട്ടി ശാരിക N.K. സിവിൽ സർവീസിലെത്തുമ്പോൾ അത് ഈ അധ്യാപകനും സന്തോഷത്തിന്റെ നിമിഷമാവുകയാണ്.